കറക്റ്റ് പോയിന്റുകൾ തിരിച്ചറിയാൻ വേണ്ടിയാണ് ഞാൻ ചില ടെസ്റ്റുകളൊക്കെ ചെയ്യുക. ടെസ്റ്റ് ചെയ്തിട്ട് ഇതിന് കർഷകരായ മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. പിന്മാറുന്നയാളാണോ അതോ പിടിച്ചു നിൽക്കുന്ന ആളാണോ? എന്താണ് നിങ്ങൾക്ക് ഇതിന് തോന്നുക? നമുക്ക് ടെസ്റ്റ് ചെയ്യാം എന്താണ് നമ്മുടെ ആറ്റിറ്റ്യൂഡിനുള്ള പ്രശ്നം. വീണ്ടും നിങ്ങളുടെ ഈ ഇടയ്ക്കൊരു റിലാക്സേഷൻ കിട്ടാൻ വേണ്ടി മാത്രമല്ല, മനസ്സിൽ കിട്ടുന്ന കറക്റ്റ് പോയിന്റുകൾ തിരിച്ചറിയാൻ വേണ്ടിയാണ് ഞാൻ ചില ടെസ്റ്റുകളൊക്കെ ചെയ്യുക. ടെസ്റ്റ് ചെയ്തിട്ട് ഇതിന് കർഷകരായ മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. ഇതിന് കൃഷിയുമായിട്ട് ബന്ധമുണ്ട്. ഉദ്യോഗസ്ഥരായ ആൾക്കാർ ശ്രദ്ധിക്കുക, അതിന് ഉദ്യോഗമായിട്ട് ബന്ധമുണ്ട്. ഇനി വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഹോം മേക്കേഴ്സ്, ഹൗസ് വൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരൊന്നും ഇല്ലോട്ടെ. ഇപ്പോൾ എല്ലാം ഹോം മേക്കേഴ്സ് ആണ്. കുടുംബത്തെ സൃഷ്ടിക്കുന്ന ആൾക്കാരാണ് ഇപ്പോഴത്തെ വീട്ടമ്മമാർ എന്ന് പറയുന്നത്. പണ്ടാണ് ഹൗസ് വൈഫ്, ഇപ്പൊ ഹൗസ് വൈഫ് അല്ല, ഹോം മേക്കേഴ്സ്. ആരും ചോദിച്ചു കഴിഞ്ഞാൽ ഹൗസ് വൈഫ് അല്ല, അത് പണ്ടായിരുന്നു. ഇപ്പൊ ഹോം മേക്കറാണ് എന്ന് പറയുന്നത്. അതാണ് പുതിയ സംഭവം. അപ്പോൾ ഇത് ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് കുടുംബത്തെ ഫാമിലി എഞ്ചിനീയറിംഗ് ആണ്. എഞ്ചിനീയേഴ്സ് ഇൻ ദ ഫാമിലി അങ്ങനെയൊക്കെ പറയാം. ഇപ്പൊ നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, വീണ്ടും രണ്ട് വാക്കുകൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ പോകണം. ഈ രണ്ട് വാക്കുകൾ, ആദ്യത്തെ ഒരു വാക്ക് പ്രോബ്ലം എന്നൊരു വാക്കാണ്. രണ്ടാമത്തെ മറ്റൊരു വാക്ക് നമ്മൾ റിപ്പീറ്റ് ചെയ്യും, ചലനം. ഈ ഒരു സമയത്ത് മനസ്സിൽ ചില ചലനങ്ങൾ ഉണ്ടാവും. നിങ്ങൾ സ്വയം ഒന്ന് പരിശീലിക്കുക. ചില ക്ഷീണം ഉണ്ടാവും, പരവേശം ഉണ്ടാവും, സ്ഥലമില്ല. ബട്ട് ട്രൈ ഫോർ ദ ചേഞ്ച്. ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്. ക്ലോസ് യുവർ ഐസ്. കണ്ണുകൾ അടയ്ക്കാം. എല്ലാവരും ഓർക്കെ പ്രോബ്ലം എന്ന വാക്കൊന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് മനസ്സിലുള്ള ചിന്തകൾ എന്താണെന്ന് നോക്കാം. കം ഓൺ, റിപ്പീറ്റ് പ്രോബ്ലം. പ്രോബ്ലം. എല്ലാവരും ഓർക്കെ. പ്രോബ്ലം, പ്രോബ്ലം, പ്രശ്നം, പ്രശ്നങ്ങൾ, പ്രോബ്ലം, പ്രോബ്ലം. എല്ലാവരും ചുണ്ടം തുറന്നേ, പാ തുറന്നേ. നന്നായി ശബ്ദം വരുന്നില്ല. പ്രോബ്ലം, 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 പ്രോബ്ലം. ഈ വാക്ക് പറയുന്ന സമയത്ത് മനസ്സിലെ ചിന്തകൾ എന്താണെന്ന് നോക്കുക. മനസ്സിലൂടെ കടന്നു വന്ന പ്രശ്നങ്ങളുടെ എന്താണ് മനസ്സിലേക്ക് വരുന്നത് നോക്കുക. പ്രോബ്ലം, 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 പ്രശ്നങ്ങൾ, പ്രശ്നങ്ങൾ, പ്രശ്നങ്ങൾ. മനസ്സിനെ ഒബ്സർവ് ചെയ്യുക. മനസ്സിനെ ഒബ്സർവ് ചെയ്യുക. കണ്ണുകൾ അടച്ച് തന്നെ നമ്മൾ മറ്റൊരു വാക്ക് പറയാൻ പോവാണ്. വെല്ലുവിളി അഥവാ ചലഞ്ച്. ഇതാണ് നമ്മൾ പറയാൻ പോവാ. ഉറക്കെ പറയാം. ചലഞ്ച്. കമാ. ചലഞ്ച്, ചലഞ്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ചലഞ്ച് അല്ലെ വെല്ലുവിളി. വെല്ലുവിളി നേരിടും, നേരിടും. ഈ ഒരു വെല്ലുവിളിയുടെ ഫീലിംഗ് എന്തെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ചലഞ്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ സമയത്ത് മനസ്സിലെ ഒബ്സർവേഷൻ എന്താണെന്ന് നോക്കുക. മനസ്സിൽ വരുന്ന ഫീലിംഗ് എന്താണെന്ന് നോക്കുക. വാട്ട് ആർ ദ ഫീലിംഗ്സ് ഓഫ് യുവർ മൈൻഡ്? ചലഞ്ച്, 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 ചലഞ്ച്. Come on, open your eyes. ഒരു നല്ലൊരു കാപ്പൂടെ ചെയ്യാം. കാരണം ഉറക്കം ആർക്കെങ്കിലും വന്നെങ്കിൽ വീണ്ടും പേരൻസ് ആരെങ്കിലും പ്രതികരിച്ചാൽ നന്നായിരിക്കും. ജസ്റ്റ് ഒന്ന് പ്രതികരിച്ചാൽ മതി. പ്രോബ്ലം എന്ന് പറഞ്ഞ സമയത്ത് മനസ്സിൽ എന്ത് ചിന്തയാണ് വന്നത്? പേരൻസും പറയട്ടെ, സ്റ്റുഡൻസും പറയാം. ചലഞ്ച് എന്ന് പറയുന്ന സമയത്ത് എന്താണ്? ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതാണ് നമുക്ക് അറിയേണ്ട കാര്യം. ഓക്കെ, ആരാണ് പറയാം? പെട്ടെന്ന് അവിടെ ഇരുന്ന് പറഞ്ഞാൽ മതി. ജസ്റ്റ് ഒന്ന് കൈ ഉയർത്തിയാൽ മതി. 5 സെക്കൻഡ് കൂടി. പ്രശ്നങ്ങൾ ഉണ്ടല്ലോ എന്നൊരു തോന്നലാണ് നമുക്ക് പ്രോബ്ലം. ചലഞ്ച് എന്ന് പറഞ്ഞാൽ നേരിടാനുള്ള ശക്തി ഉണ്ടെന്ന് തോന്നി. രണ്ട്. ഓക്കെ, വേറെ ആൾക്കാരുടെ കുട്ടികൾക്ക് എന്ത് തോന്നി? പ്രോബ്ലം എന്ന് പറയുമ്പോൾ ശരിക്കൊരു തിന്മ കേറി വരുന്ന ഫീലിംഗ് ഉണ്ടാകുന്നു. ഇത് മറ്റേ ചലഞ്ച് എന്ന് പറയുമ്പോൾ അകത്തുനിന്ന് ഒരു പോരാളി വന്ന് അതിനെ തുടച്ചു നീക്കുന്നു. അതിനെ തുടച്ചു നീക്കുന്നു എന്നുള്ള ഒരു പ്രോസസ്സാണ് വരിക. ഓക്കെ, അപ്പോൾ ഒരു തിന്മ കയറി വരുന്നതും മറ്റേത് പോരാളി തുടച്ചു നീക്കുന്നതും. ഇവിടെ ഇരിക്കുന്ന ആൾക്കാര് വിന്നേഴ്സ് ആകാൻ, വിജയിക്കുന്നവരാകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കൈകൊടുക്കാം. എല്ലാവരും വിജയിക്കാനാണ്. ഒരു സംശയം ചോദിച്ചോട്ടെ. ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അഡ്വർടൈസ്മെന്റ് കൊടുത്തിട്ട് വിളിച്ചു വരുത്തിയിട്ട് ഞാൻ ഒരു കോഴ്സ് നടത്തുന്നുണ്ട്, 1 വർഷം കൊണ്ട് നിങ്ങളെ തോൽപ്പിച്ചു തരുന്നതായിരിക്കും. ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയെങ്കിലും ലോകത്തുള്ളതായിട്ട് അറിയാം. ഏതെങ്കിലും കോഴ്സിൽ പഠിക്കുന്ന എത്ര ബുദ്ധി അല്ലെങ്കിൽ അറിവ് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടിയാണെങ്കിലും ആ കുട്ടിയെ നമ്മൾ സ്കൂളിൽ ചേർക്കുമ്പോൾ സാർ ഇതിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, 5 വർഷം കൊണ്ട് എങ്ങനെയും ഒന്ന് ചെറുതായിട്ട് മോശമായിട്ട് തരണം എന്ന് നമ്മൾ പറയാറുണ്ടോ? ഇല്ല. എല്ലാവരും പറയുന്നത് ഈ കൈ ഉയർത്തി തന്നെയാണ്. ഐ വാണ്ട് ടു ബി വിന്നർ. എനിക്ക് വിജയിക്കണം, എൻ്റെ മോൻ പഠിക്കണം, മോൾ പഠിക്കണം, നല്ലൊരു പ്രൊഫഷനിലേക്ക് എത്തണം, നല്ല രീതിയിലേക്ക് എത്തണം. ഈ ഒരു ലെവലിലേക്ക് എത്തുമ്പോഴേക്കും നമ്മളുടെ ആറ്റിറ്റ്യൂഡിൽ തന്നെ ഇപ്പോൾ നമ്മളൊന്ന് ചെറിയൊരു വിഷ്വൽ നിങ്ങൾക്ക് കാണാം. ഒരു ചെറിയ വിഷ്വൽ. ഇത് എന്താണെന്ന് ഒബ്സർവ് ചെയ്യുക. ഒന്നുകൂടെ കണ്ടോളൂ. വളരെ ഈസിയാണ്. വീട്ടിൽ പോയി ഇന്ന് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. വളരെ സിമ്പിളാണ്. നമുക്കിതിനെ ഒന്ന് നിർത്തിയിട്ട് നോക്കിയാൽ ജസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ നോക്കൂ. സൈക്കിൾ ഓടിക്കാൻ അറിയാവുന്ന ഈ കൂടുതൽ ഒന്ന് കൈ ഉയർത്തിക്കോളൂ, കണ്ടുകൊണ്ട് തന്നെ. ഓക്കെ, ഈ പണി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാനടക്കം സോറി ഇല്ല. പക്ഷേ സാധാരണ കണക്ക് കൂട്ടാൻ നമുക്കറിയായിരിക്കും. ബട്ട് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകണമെങ്കിൽ യു നീഡ് ട്രെയിനിങ്. ഈ ട്രെയിനിങ് പ്രോസസ്സിനായിട്ട് നമ്മൾ സിംബോളിക് ആയിട്ട് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ
മാരേജ് ചാടുമ്പോഴാണ് ലക്ഷങ്ങളും കോടികളും ഒക്കെ കണക്ക് കൂട്ടുകയും അത് കൈവരികയും ജീവിതം സക്സസ്ഫുൾ ആയിട്ട് മാറുകയും ചെയ്യുന്ന ഒരു ഗ്രേറ്റ് പ്രൊഫഷനിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ. ഈ പ്രോസസ്സ് ഒരുപാട് സാധനങ്ങളാണ്. ഉദാഹരണത്തിന് 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണെങ്കിൽ ഈ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഇതേപോലെ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ജോയിൻ ചെയ്യുന്നു, കണ്ടിന്യൂസ് ആയിട്ട് കോഴ്സിലൂടെ പഠിക്കുന്നു, പഠിച്ച് കോഴ്സ് പൂർത്തിയാകുമ്പോഴേക്കും +2 കിട്ടും, പ്ലസ് അതിന്റെ കൂടെ ഒരു കോമേഴ്സ് ആറ്റിറ്റ്യൂഡോട് കൂടി അല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ട് ആറ്റിറ്റ്യൂഡ് വിജയിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ട്രെയിനിങ് സിസ്റ്റത്തിന്റെ നീഡാണ് ഞാൻ ഈ ഒരു പ്രോസസ്സിലേക്ക് വരിക. ഇത് ഒരു പ്രോബ്ലം ആണോ ചലഞ്ച് ആണോ? നമുക്ക് പ്രോബ്ലം ഒരു ചലഞ്ച്. ഇതൊരു പ്രോബ്ലം ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ പറയും പറ്റൂല, ഇത് പറ്റൂല. കാരണം എന്റെ അയൽവക്കത്തുള്ള ഒരാള് CA പഠിക്കാൻ പോയി, എന്നിട്ട് പകുതിയായപ്പോ നിർത്തി. എന്താ കാര്യം? ഭയങ്കര പാടാ. എവിടെയാ പാട്? മുഖത്തോ കാലിലോ? അല്ല, ഭയങ്കര പാടാണ്, ബുദ്ധിമുട്ടാണ്. അതാണ് ഒരു ജനറൽ കമന്റ്. അപ്പോഴാണ് വേറൊരാൾ പറയുന്നത്, അതെ ചേട്ടനൊരാൾ ഒരു കാര്യം പറയും, ജീവിതത്തിൽ വിജയിച്ച ആൾക്കാരെ, എന്തെങ്കിലും വിജയിച്ച ആൾക്കാരെ പാടുപെടാതെ കഷ്ടപ്പെടാതെ എന്തെങ്കിലും നേടിയ കാര്യം അറിയാവോ? ഇല്ല. അങ്ങനെ വന്നപ്പോഴാണ് നിങ്ങൾക്ക് ഇന്നത്തെ പേപ്പറിൽ നോക്കിയാൽ മതി. കുറച്ചു മുമ്പ് ഞാൻ ന്യൂസ് പേപ്പർ വായിച്ചപ്പോൾ അമേരിക്കൻ യൂണിവേഴ്സിറ്റി സ്റ്റഡി നടത്തി ഇന്ത്യക്കാരെ കുറിച്ച്. സ്റ്റഡി ഇതാണ്: ഇന്ത്യക്കാർക്ക്, നമ്മളടക്കം നമ്മളൊക്കെ തുല്യ നിൽക്കുന്നത്, ഇന്ത്യക്കാർക്ക് വലിയ നേട്ടങ്ങൾ നേടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അവർ ചോദിക്കും, ഇത് പണിയെടുക്കാൻ പറ്റുമോ? ഫ്രീ ആയിട്ട് വല്ല പറ്റുമെങ്കിൽ റെഡിയാണ്. അപ്പൊ കുട്ടികളുടെ ഞാൻ ഒരുപാട് സ്റ്റുഡൻസിന്റെ ആയിട്ട് ഡീൽ ചെയ്യുന്നത്, അവർ ചോദിക്കാറ് എത്ര സാലറി വേണം? 50,000, 75, 1 lakh, 1.5. സാലറി എത്രയാണ് പ്രശ്നമില്ല, പണിയധികം പണി. ഞാനത് വായിച്ചു നോക്കിയപ്പോൾ പെട്ടെന്ന് എനിക്കൊരു ചെറിയ ഞെട്ടൽ വന്നു. കാരണം നമ്മൾ ശ്രമിക്കേണ്ട അത്രയും ശ്രമിക്കുന്നില്ലായിരിക്കാം പല കാര്യങ്ങളും. ഇവിടെ ഈ ഓരോ വിദ്യാർത്ഥികളുടെ മുമ്പിൽ ഇതിങ്ങനെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഇതിൽ നിന്ന് കാണാൻ പറ്റി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലേക്ക് വിജയം നേടാനുള്ള സപ്പോർട്ടീവ് സിസ്റ്റമായിട്ട് ഇതിനെ മാറാൻ സാധിക്കും. അങ്ങനെ പോകണമെങ്കിൽ അതിനൊന്ന് നമുക്കൊരു ഒരു ചെറിയ ലിങ്കിലേക്ക് പോകണം. എന്താണ് കറക്റ്റ് ഗോൾ എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി എടുക്കണം. അതുകൊണ്ട് ചെറിയൊരു കഥയുടെ രീതിയിലേക്ക് നമ്മൾ പെട്ടെന്ന് പോവുകയാണെങ്കിൽ ഈ ഒരു 5-8 മിനിറ്റിനോട് നമുക്ക് നിർത്താനുണ്ട്. ഒരു കഥാപ്രസംഗ രീതിയിലാണ് പേരൻസ്, പഴയ കാതിയിലും കഥാപ്രസംഗ കലാകാരന്മാരൊക്കെ കൂടെ ഉണ്ടാവും. നിങ്ങൾ ശബ്ദത്തോടു കൂടി നിങ്ങൾക്ക് പ്രതികരിക്കാം. അപ്പോൾ എല്ലാ ആൾക്കാരും മെമിക്രി സ്കിൽ, അതായത് നമുക്ക് ചില കാര്യങ്ങൾ ഒഴിവാക്കണമെങ്കിൽ മറ്റു ചില സ്കിൽസ് ആക്റ്റീവ് ആണ്, വിശപ്പ് ഒഴിവാക്കണമെങ്കിൽ മറ്റു ചില സ്കിൽസ് ആക്റ്റീവ് ആയി പറ്റും. അതുകൊണ്ട് ഞാനിവിടെ മൈ ഗോൾ മൈ ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇച്ചിരി കോമഡി ആയിട്ട് എടുക്കാം. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ മ്യൂസിക്കൽ സൗണ്ട് കേട്ടോ. എങ്ങനെ കഥാപ്രസംഗം സിമ്പിൾ അടിക്കുന്നത് എങ്ങനെയാണ്? സൗണ്ട് കേൾപ്പിച്ചേ. ഇതുപോലെ ആക്റ്റീവ് ആക്കി. 1 2 3 മൈ ലൈഫ്. അപ്പൊ ബാക്കിയുള്ള കൂട്ടുകാർക്കെല്ലാം വായിക്കാം. There was a story number 1. അടുത്ത സിമ്പിൾ വേണം. സ്റ്റോറി നമ്പർ 1, റൈറ്റ്. സിമ്പിൾ വരട്ടെ. There was a young man. Okay. He went on a journey. എങ്ങനെയാണ് യാത്രയ്ക്ക് പോവുക? എങ്ങനെ പോവുക? കാറിലാകാം, ബൈക്കിലാകാം. കാറിൽ പോകണമെങ്കിൽ എങ്ങനെ വരും? സൗണ്ട് എങ്ങനെ വരും? കുതിരപ്പുറത്ത് പോകണമെന്നില്ല, കുതിരപ്പുറത്ത് പോവാം. കുതിരപ്പുറത്ത് റെഡി 1 2 3 come on ready action. പേരൻസ് ഒക്കെ സ്മാർട്ടായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കണ്ടുപിടി. ഇദ്ദേഹം യാത്ര ചെയ്ത് പോയിട്ട് ഒരു ജംഗ്ഷനിൽ എത്തിച്ചേർന്നു. ഒരു ജംഗ്ഷൻ, നമുക്ക് ഈ ജംഗ്ഷനിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ മൊത്തത്തിൽ കൺഫ്യൂഷൻ. ഇത് വളരെ രസമുള്ള കഥയാണ്, ഈ സമയത്ത് മിസ് ചെയ്യരുത്. കൺഫ്യൂഷനായി. ഇദ്ദേഹം അവിടെ ഒരു ട്രാഫിക് പോലീസുകാരനെ കണ്ടു. ഈ പോലീസുകാരനോട് ചോദിച്ച ചോദ്യം ഒന്ന് വായിച്ചേ. സാറേ, എനിക്കൊരു സ്ഥലം വരെ പോകണം, ഏത് വഴിക്ക് ഞാൻ പോകണം? ഈ പോലീസുകാരൻ തിരിച്ചു ചോദിച്ച കാര്യം നമ്മൾ ശ്രദ്ധിച്ചേ പറ്റും. ഇതൊക്കെ ചോദിച്ച ചോദ്യം എന്താണ്? പോലീസുകാരൻ തിരിച്ചു ചോദിച്ചു, പ്രിയപ്പെട്ട സുഹൃത്തെ, താങ്കൾക്ക് എവിടെയാണ് പോകേണ്ടത്? ഇനിയാണ് ഏറ്റവും രസമുള്ള മറുപടി. അങ്ങനെയൊന്നും സാർ, എവിടെയെങ്കിലും പോയാൽ മതി. അങ്ങനെ സാർ, എവിടെയെങ്കിലും പോയാൽ മതി. 10ാം ക്ലാസ് ഇപ്പൊ എത്ര 10ാം ക്ലാസ് വിദ്യാർത്ഥികളെ കുറിച്ച് 10th കയറുന്നതോ? 10th കഴിഞ്ഞോ? 10th കഴിഞ്ഞു. 10th പരീക്ഷ എഴുതിയിരിക്കുന്നവര് വിജയനായിട്ട് സാർ നമ്മുടെ ജീവിതത്തിൽ ആത്മവിശ്വാസം വേണമെന്നാണ് എല്ലാ സാറും പറയാറ്. നല്ല ആത്മവിശ്വാസം, ഞാൻ ജയിക്കില്ല. അപ്പൊ ഇതോടുകൂടി അച്ഛനമ്മയ്ക്കൊക്കെ വലിയ ചെറിയൊരു ടെൻഷനൊക്കെ വന്നു. കുറച്ച് കഴിയുമ്പോൾ ഇത് മാറിക്കോളും, പെർമനന്റ് മാറിക്കോളും. വേറെ അപ്പോൾ പേരൻസിനെ കാണുന്നുണ്ട്, പ്ലസ് കുട്ടികളൊക്കെ നമ്മൾ കാണും. ഒരുപാട് കൗൺസിലിംഗ് കൺസൾട്ടേഷൻ നടക്കുന്ന കേസാണ്. പരീക്ഷയോടനുബന്ധിച്ച് നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാർക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. നിങ്ങൾ ഒന്നുകൂടി വിഷമിക്കരുത്. ഏതെങ്കിലും ഒരാഴ്ച 1-2 മാർക്ക് കുറഞ്ഞതുകൊണ്ട് അത് അവസാനം എന്നുള്ളതാണ് ആദ്യം നമ്മൾ കണ്ട വിന്നേഴ്സ്. അവരാരും ക്വിറ്റ് ചെയ്യുന്നവരല്ല. വിചാരിച്ച മാർക്ക് കിട്ടിയില്ലെങ്കിൽ പോലും ജീവിതത്തിൽ വിജയിക്കാനുള്ള ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ദാറ്റ് ഡസന്റ് മാറ്റർ എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ പോലീസുകാർ എന്ത് മറുപടി നൽകി? ഈ പോലീസുകാരുടെ സ്ഥാനത്ത് നമുക്ക് സിബി സാറിനെ വെക്കാം. സിബി സാറിനോട് പറയാണ്, എനിക്ക് ചാർട്ടേഡ് ഉണ്ടാവണം, പഠിക്കാനൊന്നും പറ്റത്തില്ല എന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ എന്താണെന്നൊരു പിടിയില്ല. അപ്പോ ഇപ്പൊ
എന്റെ അടുത്ത് വന്നിട്ടാണെങ്കിലും അദ്ദേഹത്തിന്റെ അടുത്താണെങ്കിലും നിങ്ങൾ വേറൊരു പ്രൊഫഷണൽ എടുത്ത് പോലെ ചോദിക്കുമ്പോൾ തന്നെ ഡസ് നോട്ട് മാറ്റർ വിച്ച് വേ യു ഗോ. നാട്ടിൽ ഇതിലെ പോലെ പഠിപ്പില്ലോ. എന്തിനാണ് കഷ്ടപ്പെടുക? AC ശീതീകരിച്ച മുറിയിൽ നമ്മൾ ഒരുമിച്ച് വല്ല ഇന്നത്തെ ദിവസത്തിന് പല കാര്യങ്ങളും മാറ്റിവെച്ച് 2, 3, 4 ദിവസങ്ങൾക്ക് മുമ്പ് അല്ല ഒരാഴ്ച മുമ്പ് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. ഇന്നേ ദിവസം പറഞ്ഞു ചിലപ്പോൾ ഇന്നലെ വൈകിട്ടായിരിക്കും പ്ലാൻ ചെയ്തത്. ചിലപ്പോൾ രാവിലെ എഴുതിട്ട് ഇന്നെ ഒരു പരിപാടി ഇന്ന് പോയാലും എന്ന് ചോദിച്ചു വന്ന കൂട്ടുകാരി കൂടെ ഉണ്ടാകാം. ഉച്ച കഴിഞ്ഞ് സിനിമ കണ്ടിട്ട് ഇവിടെ തിരിച്ചു പോകാൻ പ്ലാൻ ചെയ്തവരും ഉണ്ടാകാം. അതെ, ഇതൊക്കെ നമ്മളെങ്ങനെ മനസ്സിലാക്കുക വെച്ചാൽ അവരുടെ ചലനങ്ങൾ തന്നെ മനസ്സിലാക്കുക. അവർ എങ്ങനെയാണെന്ന് ശരി എങ്ങോട്ട് പോകണം നിശ്ചയമില്ലാത്ത ഇയാളും ഈ മറുപടിയിലേ പറയാൻ പറ്റുള്ളൂ. ഈ ചോദ്യത്തെ ഉത്തരം നമ്മൾ ഒന്നിച്ച് ചേർത്ത് വരും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദിസ് ജേർണി? എന്താണ് ഈ യാത്രയുടെ അർത്ഥം? ജേർണി എന്ന് പറയുമ്പോൾ നമ്മളെ എന്തോ ശരിക്കും ഈ ജേർണി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലൈഫ് തന്നെയാണ്, നമ്മുടെ ജീവിതം തന്നെയാണ്. അപ്പോൾ ഹൂ ഈസ് ദിസ് ട്രാവലർ? ഈ യാത്രക്കാരനും ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യരുമായ ആരെങ്കിലും എന്തെങ്കിലും ബന്ധമുണ്ടോ? ആരാണിത്? ഇങ്ങനെ കൈ ഇങ്ങനെ കറക്കണം, ഇങ്ങനെ കറക്കി വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് എവിടെ വരും? ഇവിടെ കണ്ടിട്ടുണ്ടോ? ചെല്ലു പറയല്ലേ, തൊട്ട് കാണിക്കില്ല, വേണമെങ്കിൽ ഊതി കാണിക്കാം എന്നൊക്കെ പറയുന്ന പോലെ. ഹൂ ഈസ് ദിസ് ട്രാവലർ? ഐ ആം ദ ട്രാവലർ. മേ ബി ജീവിതത്തിൽ എങ്ങോട്ട് പോകണമെന്ന് വ്യക്തമായ ലക്ഷ്യമില്ലാത്ത ആ യാത്രക്കാരൻ ഞാനാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ജംഗ്ഷൻ? ഏത് ജംഗ്ഷനിൽ എന്താണ് ജംഗ്ഷൻ? നിങ്ങളെ സംബന്ധിച്ച് ഞാൻ ട്രാവലർ ആണെന്ന് സാധിച്ചിട്ടുണ്ടോ? ആ വ്യക്തി സാധിച്ചിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താണ്? അയാൾക്ക് വ്യക്തമനുഷ്യ. അങ്ങനെയാണെങ്കിൽ ഈ 10ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ, ഈ +2 വിദ്യാർത്ഥിയുടെ അവസ്ഥ എന്തായിരിക്കും? വാട്ട് മൈറ്റ് ഹാവ് ഹാപ്പൻഡ് ടു ദിസ് ട്രാവലർ? എവിടെ പോയാലും കുഴപ്പമില്ല, അവിടെ ഒരു പരസ്യം കാണുമ്പോൾ ഉടനെ അതായാൽ കൊള്ളാൻ തോന്നും. പുസ്തകം തുറന്ന് നോക്കുമ്പോഴത്തേക്കും പൈലറ്റ് ആയ കൊള്ളാൻ തോന്നും. അപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഒരു വിമാനം പൊട്ടിത്തെറിച്ചത്. വേണ്ട, അതില്ല. അപ്പോൾ ചെറുപ്പത്തിൽ പലർക്കും പോലീസുകാരനാകാൻ ആഗ്രഹമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് SI ആയി, പിന്നെ അത് CI ആയി, പിന്നെ IPS ആയി. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഏതാണെങ്കിലും ശരി പണിയെല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെയാണെന്ന് മനസ്സിലായപ്പോഴേ ഞാൻ പോലീസുകാരുടെ മെന്റൽ ട്രെയിനറാണ്. ഈ ലാത്തിച്ചാർജ് ഗ്രൂപ്പുകാരാണ് കൈകാര്യം ചെയ്യുക. ഈ കഥ വീണ്ടും നമ്മൾ ശ്രദ്ധിച്ചു നോക്കേണ്ടതുണ്ട്. There was a young man in Greece. ഗ്രീസിൽ ഒരു ഗ്രീക്കുകാരനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. വായിച്ചോളൂ. ആ ഒരു തീർത്ഥയാത്ര പോകാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചു. ഇനിയാണ് രസം. എവിടെയാണ്? മൗണ്ട് ഒളിമ്പസ്. അവിടുത്തെ ഒരു വലിയ മലയാണ്. ഞങ്ങളുടെ നാട്ടിൽ കുര്യൻകുന്ന് എന്നൊക്കെ പറയുന്ന പോലെ, കുറിഞ്ഞിക്കുമ്മൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരു വലിയ മലയാണ് മൗണ്ട് ഒളിമ്പസ്. അതിനേക്കാൾ വലിയ മലയാണ് കേട്ടോ. ഒരിക്കലും സുഹൃത്ത് വന്നൊരു ദേശത്ത് മൗണ്ട് ഒളിമ്പസ് കയറിയിട്ടുള്ളതാണ്. ഏതൻസ് ജംഗ്ഷൻ നടന്ന് എവിടെ എത്തി? ഏതൻസ് ജംഗ്ഷനിലെത്തി. അവിടെ എത്തിയപ്പോഴാണ് ഒരു താടിയുള്ള ഒരു പ്രായമുള്ള മനുഷ്യരോട് ഇദ്ദേഹത്തോട് ചോദ്യം നമ്മൾ ഉറക്കെ വായിക്കണം. സാറേ, എനിക്ക് മൗണ്ട് ഒളിമ്പസിന് മേളിലോട്ട് പോകണം. ഹൗ ക്യാൻ ഐ റീച്ച് ദ ടോപ്പ് ഓഫ് മൗണ്ട് ഒളിമ്പസ്? സാറേ, എനിക്കൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവും. എനിക്ക് അങ്ങനെ കറക്റ്റായിട്ടൊന്നും അറിയത്തില്ല, അല്ലെങ്കിൽ സംതിങ് ഉള്ളത്. എനിക്ക് ഈ കണക്കൊക്കെ ഇഷ്ടമാണ്, ഇച്ചിരിയൊക്കെ മോശമാണ്. എന്നാലും എനിക്ക് ആ ഫീൽഡൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു മിടുക്കനായി മാറണം. എങ്ങനെയാ പോകാൻ പറ്റുക? ഞാൻ എൻ്റെ കെമിസ്ട്രി ടീച്ചറോട് ചോദിച്ചു, ടീച്ചർ അറിയില്ല. മാത്സിലെ സാറിനോട് ചോദിച്ചു, സാറ് പഠിപ്പിക്കുന്നൊക്കെ ഉണ്ടാവും. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിച്ച സമയത്ത് മാത്സിലെ സാറിനോട് പോയി ചോദിച്ചു, സാറേ എന്തിനാ സാറേ x + y = x അങ്ങനത്തെ സാറേ a² + 2ab + b², ഈ സാധനങ്ങളൊക്കെ a + b² ഇതൊക്കെ പഠിക്കുന്നത്. സാറിന് എൻ്റെ കയ്യിൽ തോളത്ത് കൈയിട്ടു. പതുക്കെ സ്റ്റാഫ് റൂമിലേക്ക് പോയി എന്നോട് ചോദിച്ചു, ശരിക്കും അതിൻ്റെ ആൻസർ അറിയണം? അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ എന്തോ തെറ്റിയിരുന്നു. എങ്കിലും ഞാൻ പറഞ്ഞു എനിക്കറിയണം. സാറ് പറഞ്ഞു, ഞാനും നിന്നെപ്പോലെ ഒരിക്കൽ കുട്ടിയായിരുന്നു. ആയിരിക്കുമല്ലോ, സ്വാഭാവികം. അന്ന് ഞാൻ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ വളർന്നു അധ്യാപകനായി എന്ന് ഞാൻ നിന്നെ പഠിപ്പിക്കുന്നു. നീ വലുതാകുമ്പോൾ വേറെ ആൾക്കാരെ പഠിപ്പിക്കണം. അത് തന്നെ നിങ്ങൾ പറ, എന്തിനാ കണക്ക് പഠിക്കുന്നത്? നിങ്ങൾ പറ, അല്ല പഠിപ്പിക്കുന്ന അധ്യാപകരോട് ചോദിച്ചാൽ അവരെ വിഷമിപ്പിക്കരുത്. പക്ഷേ ഇതിന്റെ വ്യക്തമായ ബ്രെയിൻ ഡെവലപ്മെന്റ് അടക്കം, കോൺസെപ്റ്റ് ബിൽഡിംഗ് അടക്കം. ഞാൻ ജൂനിയർ ജീനിയസ് എന്ന റിയാലിറ്റി ഷോ ജഡ്ജായിരുന്നു അമൃത ടിവിയിലെ. നിങ്ങൾ ആരെങ്കിലും ഒക്കെ എനിക്കറിയില്ല. അപ്പോൾ അവിടെ ഒരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു. നിങ്ങളുടെ കളക്ടറിന് റെഡിയാക്കി വെച്ച് ഞങ്ങൾ ജഡ്ജസ്, ഞാനും മുൻ യൂണിവേഴ്സിറ്റി BC ആയിരുന്ന സുകുമാരൻ സാറിന്റെ മോഹൻ ഡോക്ടർ അച്യുത് ശങ്കർ സാറും കൂടി ചേർന്നിട്ട് ഇതിന്റെ പ്രോസസ്സർ ചേർന്ന് നിങ്ങൾ ആരെങ്കിലും ഷോ കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾ 2285 അത് അരുൺ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു പ്രസന്റർ ഇത് വായിക്കും. ഓരോരോ കണക്കുകൾ ഇൻറ്റു 3468 ഈ ലെവലിലേക്ക് ഒരു 10, 12, 15 ലെയർ വായിച്ചിട്ട് ലാസ്റ്റ് ആൻസർ ഈസ് എന്ന് പറയുമ്പോൾ 6ാം ക്ലാസ് വിദ്യാർത്ഥി പറയും അതിന്റെ കറക്റ്റ് ആൻസർ. ഞങ്ങൾ കുറച്ച് നേരം പരിപാടി നടത്തി. നമ്മൾ വെറുതെ പിള്ളേരോട് മത്സരിച്ച് തോക്കാൻ പാടില്ല. അപ്പോൾ കാരണം ഇത് താഴെ ഞങ്ങൾ എന്താ നിൽക്കുന്നത്, ജസ്റ്റ് ഒന്ന് സ്പീഡ് അസസ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഈ 6ാം ക്ലാസ് വിദ്യാർത്ഥി ജൂനിയർ ജീനിയസ് വിന്നറായി മാറി. അദ്ദേഹത്തിന്റെ പേര് അർഷദ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടാവും ഒരു പക്ഷേ. ഐ തിങ്ക് ജൂനിയർ ജീനിയസ് വിന്നറായി മാറിയൊരു അർഷദ് മുഹമ്മദ്.
ഞാൻ നോക്കട്ടെ. അപ്പോൾ ഈ അർഷദ് മുഹമ്മദിന്റെ ഒരു 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 പ്രോസസ് ഇതാണ് അർഷദ് മുഹമ്മദ്. ഇദ്ദേഹത്തിന് ശേഷം നാഷണൽ ജിയോഗ്രഫി ചാനൽ നടത്തിയ മത്സരം 3 ലക്ഷം വിദ്യാർത്ഥികളെ തോൽപ്പിച്ചുകൊണ്ട് ഇദ്ദേഹം വിന്നറായിട്ട് മാറിയ ഒരു പ്രോസസ്സായിരുന്നു അർഷദ് മുഹമ്മദ് എന്ന് പറഞ്ഞ ഇദ്ദേഹം. ഇത്രയും കുട്ടികൾ കേരളത്തിൽ നിന്ന് സെലക്ട് ചെയ്ത ജൂനിയർ ജീനിയസ് ആയിട്ട് സോറി this time onwards ഈ ഒരു സമയം മുതൽ make sure every step you take is towards that direction. ഈ സമയം മുതൽ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾ എടുക്കുന്ന ഓരോ സ്റ്റെപ്പും വിജയത്തിലേക്കാണെന്നുള്ള ഉറപ്പ് വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ വിജയമുണ്ടെന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ വിദ്യാർത്ഥിയും നിങ്ങളുടെ ഇന്നലെ ഏതെങ്കിലും മാർക്കുകളോ പെർഫോമൻസോ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ don't worry, take it as a challenge, take it as a first step, and definitely if you can proceed with a positive mood and positive mind, വിജയം എന്ന് പറയുന്നത് നമ്മുടെ ജന്മാവകാശം. ബാലഗംഗാധര തിലകൻ പണ്ട് പറഞ്ഞു, സ്വാതന്ത്ര്യം ജന്മാവകാശമാണ് എന്ന് പറയുന്ന പോലെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ പറയണം. നിങ്ങൾ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ അമ്മയോട് അച്ഛന്റെ അനുവാദം ചോദിച്ചാൽ പുതിയതായിട്ട് പെയിന്റ് ചെയ്ത ബിസിയാണെങ്കിൽ പെയിന്റ് വൃത്തികളാകാതെ അവിടെ പേപ്പറിൽ എഴുതിയിട്ട് അല്ലെങ്കിൽ നല്ല സ്റ്റിക്കർ എഴുതിയിട്ട് ഒട്ടിച്ചു വെക്കണം. ഇത്ര വർഷം കഴിയണം എന്റെ കോഴ്സ് കഴിയുമ്പോൾ. ഇതിന്റെ കൂടെ തന്നെ ഐ വാണ്ട് ടു ബിക്കം എ ചാർട്ടേഡ് അക്കൗണ്ട്. ഈ ഒരു വർഷം ഏത് പ്രൊഫഷനാണ് എങ്ങനെയാണെങ്കിലും ഞാനൊരു സൈക്കോളജിസ്റ്റ് ആണ്. പഠിച്ചിരുന്ന കാലം മുതൽ തന്നെ സൈക്കോളജി ആണെന്ന് പറഞ്ഞിട്ടൊന്നും അല്ല വരുന്നത്. ഇതുപോലെ തന്നെ സംഗീതാവശ്യം 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ വാട്ട് ടു ഡു എനിക്ക് കൺഫ്യൂഷനായി, പല സഹായിച്ചു. പ്രീഡിഗ്രി കഴിഞ്ഞിട്ടാണ് ശരിക്കും ഒരു തീരുമാനമൊക്കെ എടുത്തത്. പക്ഷേ ഈ സമയത്ത് തന്നെ എടുത്ത തീരുമാനത്തെ ശക്തമായിട്ട് നിലനിർന്ന് പോകുമ്പോഴാണ് ഇത് കേരളത്തിലെയും പുറത്തുള്ള ഒരുപാട് സൈക്കോളജിസ്റ്റുകളുടെ അസോസിയേഷന്റെ ഒക്കെ പലപ്പോഴും ചാർട്ടയായിട്ടിരിക്കാൻ പല പല പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ടോപ്പ് ആയിട്ടുള്ള രീതിയിൽ പല കാര്യങ്ങളും ഇൻവോൾവ് ചെയ്യാൻ എനിക്ക് പറ്റുന്നത്. കാരണം നിങ്ങൾ പല ആൾക്കാരും എന്നെക്കാളും ഈ മാത്തമാറ്റിക്സ് സ്കില്ലിൽ പ്രതിഭയുള്ള ആൾക്കാരാണ്. നിങ്ങളുടെ ഫീൽഡിൽ ഇപ്പോ ഒരാൾ സിനിമയുടെ ഇൻട്രസ്റ്റ് പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ഏത് വ്യക്തിക്കും പാട്ടുകാരനാകാം. ഇപ്പൊ ഞാൻ ആക്ടറാണ്, സിംഗറാണ്, ഡാൻസറാണ്, ഇതൊക്കെ നല്ലതാണ്. ഒരു ഘട്ടം കഴിയുമ്പോൾ ഇതൊക്കെ നല്ലതാണെന്ന് പറയാനേ പറ്റുള്ളൂ. അല്ല പ്രൊഫഷണൽ സിംഗേഴ്സ്, ഇപ്പൊ ഐഡിയ സ്റ്റാർ സിംഗേഴ്സ് ഒക്കെ ഉണ്ട്. അവർക്കെല്ലാം സിനിമ ചാൻസ് കിട്ടാൻ പോകുന്നുണ്ടോ? ഒന്നുമില്ല. എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ട്. ഇപ്പൊ ഇതിൽ ഡെന്നി സെബാസ്റ്റ്യൻ പാലയിൽ സിനിമയിൽ പാടാനുള്ള ഡെന്നി ഞാൻ കുറെ കാലത്തൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് കേട്ടോ, മത്സരിച്ചുള്ളത്. ഞാൻ പലതവണ അദ്ദേഹം പരാജയപ്പെട്ടതാണ്. അതുകൊണ്ട് ഇത് അദ്ദേഹം സംവാദ ജൂനിയർ ആണ് എങ്കിലും നല്ല സിംഗറാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം അവരുടെ ഫീൽഡിൽ മറ്റൊരു ജോലിയും മറ്റു കാര്യങ്ങളും കണ്ടെത്തി പാട്ട് കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടി വരും. ഇല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം എം ജി ശ്രീകുമാർ തന്നെ, സാക്ഷാൽ എം ജി ശ്രീകുമാർ തന്നെ പറഞ്ഞു, ടിവിയിൽ പാടാൻ പോലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? നിങ്ങൾ ആരും പത്രം വായിച്ചിട്ടോ? ഒരു സെലിബ്രിറ്റി ജീവിച്ചു പോണെങ്കിൽ അത്ര എളുപ്പമൊന്നുമില്ല. ഈ സെലിബ്രിറ്റീസിന് സിനിമയിൽ എന്തും കാണാത്ത ആൾക്കാരെ പുറത്തിറങ്ങിയിട്ട് അമ്മ വലുതും തരണേ എന്ന് പറയാൻ പറ്റും. ഇത് വലിയ ആള്. ഞാൻ സരിഗമ 2001 വിന്നറാണ് പഠിച്ചിരുന്ന കാലത്ത്, PG ലെവലില്. എന്ന് വെച്ചാൽ ഞാനിപ്പോ പാടാനായിട്ട് നടക്കുകയല്ല. എന്റെ പ്രോഗ്രാമിൽ മ്യൂസിക് തെറാപ്പി ഉണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾ അതിന്റെ ചെറിയ എലമെന്റിലെ ചെറിയൊരു മ്യൂസിക് മാത്രമേ നിങ്ങൾ കേട്ടുള്ളൂ. മ്യൂസിക് തെറാപ്പി ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട് ബിക്കോസ് ഓഫ് മൈ സിംഗിങ് എബിലിറ്റി ആൻഡ് മൈ മ്യൂസിക്കൽ എബിലിറ്റി. ഇത് നമ്മുടെ പ്രൊഫഷണൽ ലിങ്ക് ചെയ്യാം. ഒരു ചാർട്ടേഡ് അക്കൗണ്ട് ആയിപ്പോ ആകുന്ന ലെവലിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഒരു ടാലൻസ് നിങ്ങൾക്ക് തടസ്സമല്ല, ആഗ്രഹങ്ങളൊന്നും തടസ്സമല്ല. ഫോർ എക്സാമ്പിൾ, ഒരു ഡയറക്ടറാണോ ആക്ടറാണോ ആഗ്രഹമുള്ളൊരു അല്ലെ എന്ന് പറഞ്ഞിട്ട് ചാർട്ടേഡ് അക്കൗണ്ട് ആയിട്ട് പ്രൊഫഷൻ ക്ലിയർ ആക്കിയിട്ട് അഭിനയിക്കരുന്നോ സംവിധാനം ചെയ്യുന്ന ആരെങ്കിലും പറഞ്ഞോ? ഇല്ല. ഞാൻ ഈ പറഞ്ഞു വരുന്നത്, ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ഓരോ ആർട്ടിസ്റ്റിക് ഇൻട്രസ്റ്റുകളും കളയരുത്. ബട്ട് കയ്യിൽ ഒരു സ്വന്തം പ്രൊഫഷൻ ഉണ്ടാകും. ജോലി എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടന്റ് കാര്യമാണ്. ജോലി എന്ന് പറയുന്നതിന്റെ പ്രോസസ്സിൽ ഇൻഡസ്ട്രികളും ആർട്ടിസ്റ്റിക് പ്രോസസ്സിലും റിസ്ക് ആണ്. റിസ്ക് ഉണ്ട്. റിസ്ക് എടുക്കരുതെന്നല്ല ഞാൻ പറയുക. ബട്ട് നിങ്ങളുടെ കയ്യിൽ ഒരു, അതാണ് പേരൻസ് ഇവിടെ ഉള്ളത്, മകളെ പഠിക്കണം, പഠിക്കും. പക്ഷെ ഞാൻ കുട്ടികളോട് പറയും, നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ പഠിക്കാനായിട്ട് പറയുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും പഠിക്കുന്നത്. സന്തോഷമായില്ലേ? ടീച്ചേഴ്സ് പറയും പഠിക്കുന്നൊക്കെ പറയും, ഒരു കാരണവശാലും പഠിക്കരുത് കേട്ടോ. പിന്നെ പഠിക്കണം, അതൊരു പറഞ്ഞു എപ്പോ പഠിക്കണം? അവിടെയാണ് സ്ഥലം. അച്ഛൻ പറഞ്ഞിട്ട് പഠിച്ചാൽ അത് അച്ഛന് വേണ്ടിയുള്ള പഠിത്തം, അത് ഇച്ചിരി പഠിക്കും. അമ്മ പറഞ്ഞിട്ട് പഠിച്ചാൽ അമ്മയ്ക്ക് വേണ്ടി പഠിക്കും. ഞാൻ പഠിക്കുന്ന എന്റെ മനസ്സിൽ വ്യക്തമായ ലക്ഷ്യമുണ്ട്. From this time onwards, make sure every step you take towards that direction. അങ്ങനെ വരുമ്പോഴേക്കും ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ. ഈ മനുഷ്യന്റെ പേരാണ് സോക്രട്ടീസ്. അദ്ദേഹം 2 വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ വീണ്ടും 2 ചോദ്യങ്ങളോടുകൂടി നമുക്ക് അവസാനിപ്പിക്കുക. ഇതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്താം. എന്താണ് ഈ 2 കഥയിലെയും കഥാപാത്രങ്ങൾ തമ്മിലുള്ള വ്യത്യാസം? ആദ്യത്തെ കഥയില്
ഒരു ലക്ഷ്യമില്ലാത്ത മനുഷ്യൻ. രണ്ടാമത്തെ കഥയിൽ വ്യക്തമായ ലക്ഷ്യത്തോടു കൂടി വന്ന മനുഷ്യൻ. ഗുഡ്. അപ്പോൾ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് നൗ ഓൺവേർഡ്സ് ആൻഡ് എവറി സ്റ്റെപ്പ്? ഇപ്പം നൗ ഓൺവേർഡ്സ് എന്ന് പറയുന്നതിന്റെ മീനിങ് എന്താണ്? നമ്മളെ സംബന്ധിച്ച്, നിങ്ങളെ സംബന്ധിച്ച് ഒട്ടും സമയം കളയാതെ ബാക്കി പറയാം ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവണം എന്നുള്ളൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവുക. ഇനി നിങ്ങൾക്ക് ബസ് കണ്ടക്ടർ ആവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ പരിശ്രമിക്കണം. ആഗ്രഹിക്കണം. ചിലപ്പോൾ ആഗ്രഹിച്ചില്ലെങ്കിലും അതെന്നോട് പറയുന്നത് കുറച്ച് ഞങ്ങളുടെ തന്നെ ഇന്റർണൽ കാര്യങ്ങളൊക്കെ നോക്കാൻ വി നീഡ് പീപ്പിൾ. അപ്പോൾ നിങ്ങളിവിടെ ഏതെങ്കിലും കടയിൽ കണക്കെഴുത്തുകാരായിരിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. നോർമൽ ആയിട്ട് സക്സസ്ഫുൾ ആയിട്ട് റേറ്റിംഗ്, എക്സാജറേഷൻ ഫിഗർ ഒന്നും അല്ല, ഇത് ഫിഗർ ഒക്കെ സാറ് പറയും. നോർമൽ റേറ്റ് എനിവേ മോർ ദാൻ ലാക്സ്, മോർ ദാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന തൗസൻഡ്സിനേക്കാൾ അപ്പുറത്തുള്ള ഹൈ ലെവൽ പ്രൊഫഷനാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി പ്രൊഫഷൻ. അതിനുവേണ്ടി ചെറിയ പെയിൻ എടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ ഒരു മൊമെന്റ് നമുക്ക് വിജയത്തിലേക്ക് എത്താനുള്ള വലിയൊരു സ്കോപ്പ് അതിനകത്ത് കാണുന്നത്. അതുകൊണ്ട് മുമ്പിൽ കാണുന്ന തടസ്സങ്ങൾ എല്ലാം തടസ്സമല്ലെന്ന് തിരിച്ചറിഞ്ഞിട്ട് ആഗ്രഹിക്കുമെങ്കിൽ തീർച്ചയായിട്ടും വിജയിക്കാൻ സഹായിക്കും എന്നുള്ളതാണ് ഞങ്ങൾ പറഞ്ഞെടുത്തത്. ഇതേപോലെ തന്നെ ചാർട്ടേഡ് അക്കൗണ്ടൻസി എക്സാം എഴുതാൻ പോകുന്ന എറണാകുളത്ത് ഏതാണ്ട് 100-ലധികം വിദ്യാർത്ഥികളുടെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ ഞാൻ പോയിരുന്നു. അവരിതുപോലെ തന്നെ ഒരു ലെവൽ കഴിഞ്ഞു, അടുത്ത ലെവൽ കഴിഞ്ഞു, ഫൈനൽ എക്സാമിന് മുമ്പിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഞാൻ അവരോട് പറഞ്ഞു ഡു ഓർ ഡൈ, ഒന്നും പേടിക്കണ്ട. നിങ്ങൾ ചില ആൾക്കാർ ഇത് പാസ്സായില്ലെന്നിരിക്കും ഇപ്പോൾ, പക്ഷേ ഒരു വണ്ടിക്ക് കൈ കാണിച്ചു, വണ്ടി നിർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അടുത്ത വണ്ടിക്ക് കൈ കാണിക്കും. ഒറ്റ പ്ലാനേ ഉള്ളൂ, അവിടെ ചെല്ലണം. എവിടെ ചെല്ലണം? വീട്ടിൽ നിന്ന് തൊടുപുഴ വരണം. ആദ്യത്തെ വണ്ടി നിർത്തിയില്ല, ചിലപ്പോൾ ഞങ്ങളുടെ ഏരിയയിലാണെങ്കിൽ പിന്നെ വണ്ടി ഉടനെ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒന്നുകിൽ ഓട്ടോ കിട്ടും, ഇല്ലെങ്കിൽ നമ്മൾ മറ്റെന്തെങ്കിലും സംവിധാനം ചെയ്യും. സ്വന്തമായിട്ട് വണ്ടി ഉള്ളവരാണെങ്കിൽ വണ്ടികളും. ഞാൻ ബസ്സിന് കൈ കാണിച്ചിട്ട് ഒരുപാട് നാളായി, എനിക്കറിയില്ല. പക്ഷേ ബസ്സിന് കൈ കാണിച്ചിരുന്ന കാലത്ത് സ്വാഭാവികമായിട്ടും ചെറിയൊരു ഡിലേ വരും. ആ ഡിലേ പ്രിപ്പറേഷനാണ്. എവിടെയാണ് എനിക്ക് പഠിച്ചത്? എന്തുകൊണ്ടാണ് എനിക്ക് ആ മാർക്കിലേക്ക് എത്താൻ പറ്റാത്തത്? എവിടെയാണ് എനിക്ക് പാളിച്ചുണ്ടായത്? ചിലപ്പോൾ അച്ഛനോടും അമ്മയോട് വഴക്കുണ്ടാക്കിയതുകൊണ്ട് പിന്നെ പരീക്ഷ എഴുതുമ്പോൾ ഒരു വിഷമം കിടന്നുണ്ടാകാം. ചിലപ്പോൾ കൂട്ടുകാരോട് വഴക്കുണ്ടാക്കിയതാകാം, വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളാകാം. ചിലപ്പോൾ ഞാൻ ഒരുങ്ങേണ്ടതിൽ ഒരുങ്ങാത്തതുകൊണ്ടാകാം. എന്ന് പറയുന്ന പോലെ ഇതിൽ വെച്ച് കൊച്ചു കൊച്ചു ബുദ്ധിമുട്ടുകളെ എല്ലാം നമുക്ക് തരണം ചെയ്യാനായിട്ട് പറ്റും. അതിന് മനസ്സിൽ വ്യക്തമായ സ്വപ്നം ഉണ്ടാവട്ടെ, ആ സ്വപ്നം ഒരു വിഷനായിട്ട് മാറട്ടെ, ആ സ്വപ്നം ഒരു ഗോൾ ആയിട്ട് മാറട്ടെ. സ്പെസിഫിക് ആയിട്ട്, മെഷറബിൾ ആയിട്ട്, അറ്റൈനബിൾ ആയിട്ട്, റിയലിസ്റ്റിക് ആയിട്ട്, ടൈം ബൗണ്ട് ആയിട്ട്. എന്ന് വെച്ചാൽ പറ്റിയടി പറയുമ്പോൾ സ്മാർട്ട് ഗോൾ. ഇതൊരു പക്ഷെ നിങ്ങളുടെ മുമ്പേ ഓടിക്കൊണ്ടിരുന്ന മറ്റേതെങ്കിലും വിദ്യാർത്ഥിയായിരിക്കാം, എനിക്കറിയില്ല. പുറകിൽ നിന്ന് കയറി വന്ന ജീവിതത്തിൽ വിജയിച്ചു പോയ ആ വ്യക്തി ചിലപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. പരസ്യമാണ്, പക്ഷെ പേടിക്കണ്ട, ഇത് വേറെ പരസ്യമാണ്. നമുക്ക് നമ്മുടെ കോൺടാക്ട്സിലേക്ക് കാണാം. അപ്പോൾ മുൻപിൽ പോകുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഏത് രീതിയിൽ നമുക്ക് എടുക്കാം. പുറകെ വരുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലെ ഫോക്കസ് ക്ലിയർ ആയാൽ ഒരു പുള്ളിപ്പുലിയേക്കാൾ ശക്തി ഉണ്ടെന്നുള്ളതാണ് സൂചന. അങ്ങനെ വരുമ്പോൾ ഇന്ന് ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ കളിയാക്കുന്ന അയൽവക്കക്കാരോ ചുറ്റുപാടുകളോ ആരെങ്കിലും നാളെ ചിലപ്പോൾ ഈ ചമ്മിയ മുഖം പോലെ ഇരുന്നിരിക്കാം. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് അവരെ ചമ്മിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. പക്ഷേ നമ്മുടെ ഉള്ളിൽ കൃത്യമായ ഫോക്കസ് ഉണ്ടെങ്കിൽ സാധിക്കും. മറ്റൊരു കാര്യം, ഒരു ടീം വർക്ക് വരുമ്പോഴേക്കും, ഉദാഹരണത്തിന് ലോജിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയല്ല ഞാൻ ഇവിടെ നിൽക്കുക. അത് പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഒരുപാട് എൻക്വയറീസ് അവർക്കുണ്ട്. ഒരു സിസ്റ്റം സക്സസ്ഫുൾ ആയിട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് വിചാരിക്കുന്ന ഇതാണ്, ഞാനിത് ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അപ്പൊ ഞങ്ങൾ വേറൊരു കാര്യം ചെയ്യുന്നത്, സൈക്കോളജികൾ ഇന്ത്യയിൽ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് സൈക്കോളജികൾ തന്നെ ബിൽഡ് ചെയ്യാനുള്ള സിസ്റ്റം ഞങ്ങൾ വേറെ ചെയ്യുന്നുണ്ട്. പക്ഷെ ചാർട്ടേഡ് അക്കൗണ്ടൻസ് എന്ന് പറയുന്നത് കുറച്ച് പ്രഷ്യസ് ആണ്. അപ്പോൾ പുതുതായിട്ട് ഞാൻ തന്നെ പറയാം, ഇപ്പൊ റീസെന്റ് ഒരു 100 ഓൺടർപ്രണേഴ്സ് ഞാൻ കണ്ടു. ദേ ആർ സ്റ്റാർട്ടിങ് എ ന്യൂ കമ്പനി. അവർക്ക് സ്വന്തമായിട്ട് ചാർട്ടേഡ് അക്കൗണ്ടിനെ വെക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാർ ഞങ്ങൾ മീറ്റിംഗ് ചർച്ച ചെയ്യുന്നതാണ്. ഇവര് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ചാർട്ടേഡ് അക്കൗണ്ട് ആണ് എനിവേ ഒരു 5 to 6. അവർക്ക് വേറെ കൊച്ചു കൊച്ചു കൺസൾട്ടൻസ് ഒക്കെ വരും. എങ്കിലും അവർ സ്വന്തമായിട്ട് കമ്പനിയിൽ ഒരു 1.5 ലക്ഷം രൂപ കൊടുത്തിട്ട് ഒരാളെ വെക്കാനായിട്ട്, സ്വന്തമായിട്ട് ഒരാളെ വെക്കേണ്ട ലെവലിലേക്ക് വരുമ്പോൾ 5 to 6 അല്ലെങ്കിൽ ഒരു 5-8 വർഷത്തിനകത്ത് അല്ലെങ്കിൽ 5-6 വർഷത്തിനകത്താവും. വേറെ രീതി പറഞ്ഞാൽ നിങ്ങൾ ഓൾമോസ്റ്റ് പഠിച്ച് കോഴ്സൊക്കെ പാസ്സായി ടെസ്റ്റൊക്കെ എഴുതി ക്ലിയർ ആയിട്ടൊക്കെ വരുമ്പോഴത്തേക്കും ഒരുപാട് പുതിയ പുതിയ കമ്പനികൾ കേരളത്തിൽ റെഡിയായി കഴിയും. അവർക്ക് വി നീഡ് പീപ്പിൾ എന്ന് പറയുമ്പോൾ ഐ ആം റെഡി ഹിയർ സർ, യു ഹാവ് എ ജോബ്, ഡെഫിനറ്റ്ലി ഐ വിൽ ബി ദേർ. അവർ നമ്മൾ ഓഫർ ചെയ്യും. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു സിസ്റ്റം സക്സസ്ഫുൾ ആയിട്ട് പോകുമ്പോൾ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്, ആം ഐ സക്സസ്ഫുൾ?
സിസ്റ്റം സക്സസ്ഫുൾ ആയിട്ട് പോകുന്ന സിസ്റ്റം ഇറ്റ്സെൽഫ് ഈസ് സക്സസ്ഫുൾ. ചാർട്ടേഡ് അക്കൗണ്ടൻസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ഒക്കെ സപ്പോർട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അതിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ മിനിമം ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥിക്ക് ഒരു മിനിമം ക്വാളിറ്റി വേണം. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് എത്ര പേർക്ക് ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. ഏത് പ്രൊഫഷനിലും ഞാൻ ചോദിക്കുന്ന ചോദ്യമാണ്. നിങ്ങൾക്കൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണെങ്കിൽ മിനിമം ക്വാളിറ്റി എന്ന് പറയുന്നത് ആഗ്രഹമാണ്, ഡിസയറാണ്. വെറും ഡിസയർ അല്ല, ബേണിംഗ് ഡിസയർ. പ്രതിസന്ധികളെ ശക്തമായിട്ട് നേരിടാൻ ഇപ്പോൾ എത്ര പുറകെ കിടക്കുകയാണെങ്കിൽ, സാമ്പത്തികമായിട്ട് പുറകെ കിടക്കുകയായിക്കോട്ടെ, ആരോഗ്യമായിട്ട് പുറകെ കിടക്കോട്ടെ, പല കാര്യം പുറകെ, ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ, സപ്പോർട്ട് ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാനായിട്ട് ഇഫ് യു ആർ റെഡി, സിസ്റ്റം നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. ഈ ട്രെയിനിങ് നിങ്ങൾ ആരെങ്കിലും ജോയിൻ ചെയ്താലില്ലെങ്കിലും ട്രെയിനിങ്സ് നടക്കും, കുറെ ജോയിൻ ചെയ്യും, ആ ഒരു സക്സസ്ഫുൾ ആയിട്ട് പോകും, വേറെ ബാച്ച് വരും, ജോയിൻ ചെയ്യും. അതൊന്നും ഞാൻ മനസ്സിലാക്കി, ഞാൻ 4 വർഷമായിട്ട് കാണുകയാണ്. അതൊന്നും നിങ്ങളുടെ പ്രശ്നമല്ല, ആരുടെ പ്രശ്നമല്ല. ബട്ട് ആർ യു എലിജിബിൾ ടു ജോയിൻ വിത്ത് ദിസ് സക്സസ്ഫുൾ സിസ്റ്റം? ഈ ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ ഇത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഡിസിഷൻ എടുക്കാനായിട്ട്. സൗണ്ട് Students, your success is our happiness. Your happiness is our success. Be a chartered accountant. Be the best in the world. Online education for chartered accountancy students. Visit our website www.caexams.org. Just close your eyes and listen. മനസ്സ് വ്യത്യസ്തമാണ്. ബട്ട് അതിന്റെ മുന്നിൽ എത്രമാത്രം ട്രെയിനിങ് നടക്കണം, എത്ര മൈക്ക് വേണ്ടി, എന്ത് എക്സ്പ്രസ് കൊടുക്കണം. മിനിമം ആ സ്റ്റേജ് നിങ്ങൾ കണ്ട സ്റ്റേജ് ഡിസൈൻ ചെയ്ത് റെഡി ആക്കി എടുക്കാനായിട്ട് ഒരു 2.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപയെങ്കിലും മിനിമം ആയിട്ടുണ്ടാവും ആ പ്രോസസ്. മറ്റു പല കാര്യങ്ങളുടെ കൂടെയാണ്, ഇത് മാത്രമല്ല മറ്റു പല കാര്യങ്ങളുടെ കൂടെയാണ്. ഇവിടെ കാണിച്ചൊരു ടീം വർക്ക് ആണെങ്കിൽ ഏത് സിസ്റ്റത്തിൽ പോയാലും അവിടെ ഒരു ടീം വർക്ക് കിട്ടണം. ഞാനും വേറൊരാളും ഒന്നിച്ച് പഠിക്കുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീം, പഠിക്കുന്നവരുടെ കുട്ടികളുടെ നല്ലൊരു ടീം, പഠിപ്പിക്കുന്നവരുടെ ടീം, പുതിയ പുതിയ കോൺസെപ്റ്റ്സ്, ഐഡിയാസ്, ലേറ്റസ്റ്റ് അപ്ഡേഷൻസ് ഇതൊക്കെ വരാനായിട്ട് ഒരു ട്രെയിനിങ് സിസ്റ്റം ഇല്ലെങ്കിൽ നമ്മൾ ഈ പാല, തൊടുപുഴ ഈ മേഖല, ഇടുക്കി ജില്ലയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള മേഖലയൊക്കെ പ്രത്യേകമായിട്ടും നമ്മൾ ടൗണിലെ എന്ന് പറയാൻ, ഞാൻ കൊച്ചിയിലാണ് താമസിക്കുക, എൻ്റെ വീട് ഇവിടെയാണ്, ഞാൻ സാധാരണ സ്കൂളിൽ പഠിച്ച ഒരാളാണ്. അപ്പോൾ എനിക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ അത് വ്യത്യസ്തത കൃത്യമായിട്ട് മനസ്സിലാവും. അത്ര ശക്തമായിട്ട് സ്ട്രോങ് ആയിട്ട് നമ്മൾ ശ്രമിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ബാംഗ്ലൂരിലും ഡൽഹിയിലും അല്ലെ ചെന്നൈയിലും ഒക്കെ വരുന്ന ടോപ്പ് ഗൺസിനോട്, അല്ലെങ്കിൽ ഇവൻ കൊച്ചിയിൽ പോലും, കൊച്ചി അത്ര സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്, അവിടെ വരുന്ന കുട്ടികളോട് പിടിച്ചു നിൽക്കാനുള്ള കഴിവുണ്ടാവും. നമ്മുടെ കുറെ ഇംഗ്ലീഷ് വെച്ചിട്ട് അവിടെ പിടിച്ചു നിൽക്കാം. വിജയിക്കാനുള്ള ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഏത് പ്രൊഫഷനിൽ പോയി വിജയിച്ചാലും അതൊരു പ്രശ്നമാണ്. ബട്ട് ഒറ്റ കാര്യമുള്ളൂ, എന്താണ്? ആഴക്കടലിലേക്ക് മുത്ത് വാരാനായിട്ട് ചാടി ഇറങ്ങുക, തിരിച്ച് മുത്തുവായിട്ടേ വരാം. മുത്തുമായിട്ടല്ല, അവസാനം കൺഫ്യൂഷനാണ് പ്രിയപ്പെട്ട പെൺകുട്ടികളെ, സോറി. അപ്പോ മുത്തുമായിട്ടല്ല, മുത്തുമായിട്ട്, അല്ലെങ്കിൽ gems. Take gems from the opportunity and grab your opportunity. Take the opportunity for your life. കാരണം ഈ ജീവിതം ആത്മഹത്യ ചെയ്യുന്നവരുടെ അല്ല, ഒളിച്ചോടുന്നവരുടെ അല്ല, ജീവിതത്തിൽ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവരുടെ അല്ല, പുറം തിരിഞ്ഞു നിന്നിട്ട് ജീവിതം നെഗറ്റീവാണെന്ന് പറയുന്നവരുടെ അല്ല, മറിച്ച് വിജയിക്കാൻ മനസ്സുള്ള ഐ വാണ്ട് സക്സസ് എന്ന് പറയുന്ന അതിൽ പ്രതിബദ്ധരായ ആളുകളുടെ.
നമ്മൾ തന്നെ ഈ നിങ്ങളുടെ വലത് കൈ ഒന്ന് മുഷ്ടി ചുരുട്ടി പിടിച്ചോളൂ, ഒന്ന് ചുരുട്ടി പിടിച്ചോളൂ. ഈ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് ഒരു ചെറിയ കാര്യം ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയാണ്. കണ്ണടച്ചോ കണ്ണടയ്ക്കാതെ ചെയ്യാം. ഒരൊറ്റ വാക്ക് നിങ്ങൾ കോൺഫിഡൻസ്. കണ്ണട ചെയ്താൽ കൂടുതൽ എഫക്റ്റ്. കണ്ണടയ്ക്കണം എന്ന് നിർബന്ധിക്കുന്നില്ല. കാരണം 2-3 വയസ്സിൽ കൂടുതൽ കണ്ണടയ്ക്കാനൊക്കെ പറയുമ്പോഴത്തേക്ക് ചില ആൾക്കാർ പറഞ്ഞതല്ല കണ്ണടയ്ക്കുന്നത് എന്നൊരു തോന്നൽ വരുന്നത്. മലയാളി മനസ്സ് കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണല്ലോ ഞാൻ. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരുപാട് കേസ് കാണുന്നുണ്ട്. ഓപ്ഷൻ ഇട്ട് തരികയാണ്. ഓപ്ഷൻ എ കണ്ണടയ്ക്കാം, ഓപ്ഷൻ ബി കണ്ണടച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ വരുമ്പോൾ ബുദ്ധിയുള്ള ആൾക്കാർ എന്ത് ചെയ്യും? ഓപ്ഷൻ എ എടുക്കും. അതാണ് അതിന്റെ ഒരു വേറൊരു ട്രെൻഡ്. എന്ന് വെച്ച് കണ്ണടയ്ക്കാത്തവർ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇതൊക്കെ ഓപ്ഷൻ. എനിവേ നമുക്ക് ജനറലി നോക്കാം. സമ്മതോളൂ. ഐ വാണ്ട് സക്സസ് എന്ന് നമ്മളത് പറയാം. അങ്ങനെ ചെറിയ മ്യൂസിക്കൽ പ്രോസസ്സോട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. ചുറ്റുപാടുകൾ ഒബ്സർവ് ചെയ്തിട്ട് ഹൃദയത്തിലേക്ക് നമ്മുടെ ഉള്ളിൽ വിജയിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി നമുക്ക് റെഡി ആയിട്ട് നമ്മുടെ മനസ്സിനെ ക്ലിയർ ആക്കി കഴിഞ്ഞിട്ട് നമ്മുടെ മനസ്സിനോട് സ്ട്രോങ് ആയിട്ട് പറയാം, എൻ്റെ ജീവിതത്തിൽ എനിക്ക് വിജയിച്ചേ പറ്റൂ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് വിജയിച്ചേ പറ്റൂ. ഈ ഒരു അവസരം ഞാൻ പൂർണ്ണമായിട്ടും യൂസ് ചെയ്യുന്നു എൻ്റെ ജീവിതത്തിൽ വിജയിക്കുവാനായിട്ട്. This is a powerful occasion. It's a very powerful occasion. നിങ്ങളുടെ മനസ്സിൽ സെറ്റ് ചെയ്യുന്ന ഏതൊരു കാര്യവും നടക്കാനുള്ള ശക്തി മനസ്സിലുണ്ടെന്ന് നിങ്ങൾ നല്ല ദൈവവിശ്വാസികളുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ കൂട്ടുപിടിക്കുക. ദൈവത്തോട് ചേർത്തുകൊണ്ട് മനസ്സിനെ ചേർത്ത് വെച്ചുകൊണ്ട് ഈ ഒരു ഒക്കേഷൻ ലോജിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്ന പ്രോഗ്രാമിൽ നമ്മൾ ഇന്ന് കൂടിയിരിക്കുന്ന ഈ മണപ്പുറം റിസോർട്ടിലെ ഈ റൂമിൽ വിജയത്തിന്റെ ഗാഥ രചിച്ചുകൊണ്ട് ഏത് ഫീൽഡാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ സ്വപ്നം കാണുന്ന എന്തും വിജയിക്കുവാനുള്ള ആവേശത്തോടെ മനസ്സിലൊരു ഡിസിഷൻ എടുക്കുക. Take the decision in your mind. നിങ്ങൾ ദൈവത്തോട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. നന്ദി പറയേണ്ടവർ നന്ദി പറയാം, ക്ഷമിക്കേണ്ടവരോട് ക്ഷമിക്കാം. ഉള്ളിൽ ഫോക്കസ്, തീ ഉണ്ടാകട്ടെ, അഗ്നി ജ്വലിക്കട്ടെ ഹൃദയത്തിൽ. ആ ജ്വലിക്കുന്ന അഗ്നി കൊണ്ട് ജീവിതത്തിലെ പടപുരുത്തി വിജയം നേടാനുള്ള ആവേശം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുകളിൽ എല്ലാവരും നെഗറ്റീവ്, ചിലപ്പോൾ സ്വന്തം വീട്ടുകാർ പോലും നെഗറ്റീവ് ആയേക്കാം, സാഹചര്യങ്ങൾ നെഗറ്റീവ് ആയിരിക്കാം, അയൽപക്കക്കാർ നെഗറ്റീവ് ആയിരിക്കാം, സാഹചര്യങ്ങൾ പ്രതികൂലമായേക്കാം. But you can, if you are really willing to change yourself, it is possible for you. അതാണ് ചരിത്രം. നമുക്ക് മനസ്സിൽ പറഞ്ഞ് പതിയെ തുടങ്ങാം. I want success. I want success. ഒന്ന് ചേർന്ന് ഉറക്കെ നമ്മൾ പറയാൻ പോവാണ്. ഇഷ്ടമുള്ള സമയത്ത് റിപ്പീറ്റ് ചെയ്യാം. കൈകൾ രണ്ടും വേണം ഉപയോഗിക്കാം. ഒന്ന് ഉപയോഗിക്കാം, നെഞ്ചോട് ചേർക്കാം, കുച്ചി ഉരുട്ടാം, ഉയർത്തിപ്പിടിക്കാം. Whatever it is you can proceed. I want success. Proceed. ശബ്ദം ഉയരട്ടെ. I want success. ശബ്ദം ഉയരട്ടെ. പറഞ്ഞുകൊണ്ടേയിരിക്കുക. I want success. ശബ്ദം ഉയർത്തി നിങ്ങൾ പ്രത്യേകിച്ച് കുട്ടികളെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. കുട്ടികളാണ് ഈ സമയത്ത് കൂടുതൽ ഫോക്കസിൽ കൂടി ശബ്ദം ഉയർത്തി പറഞ്ഞുകൊണ്ടിരിക്കുക. I want success. പറഞ്ഞുകൊണ്ടിരിക്കുക. I want success. ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. Everyone, ഈ ബോർഡ് മുഴുവൻ പോസിറ്റീവ് എനർജി ഫീൽ ചെയ്തിരിക്കുകയാണ്. The power of positive energy. Come on. Proceed with power. You can powerfully proceed with I want success. I want powerfully and which yourself. I want success in my life. Success in my life. I want that power. I want that energy. I want power. ശാന്തമായിട്ട് മനസ്സിലേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. Relax yourself and share in your mind. മനസ്സിനോട് സംസാരിക്കുക. നിങ്ങളുടെ മനസ്സിലൂടെ ദൈവത്തോട് സംസാരിക്കുക. നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ ദൈവം ഏത് മതമായിക്കോട്ടെ, ഏത് ജാതിയിലായിക്കോട്ടെ, there is only one God. ആ ദൈവത്തിലേക്ക് ചേർത്തുകൊണ്ട് മനസ്സിലേക്ക് ഡിസിഷൻ എടുക്കുക. Whatever the process, whatever the thing, come to your mind. നിങ്ങൾ സ്വപ്നങ്ങൾ എന്തിനെ മനസ്സിൽ ചില കൺഫ്യൂഷൻ ഉണ്ടാകും. Whatever the thought you have, it will happen. നടക്കും. It will happen. Be confident. ഈ പ്രോഗ്രാമിന്റെ മനസ്സിൽ നന്ദിയോടെ സ്മരിക്കാം. നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി പോസിറ്റീവ് അടിച്ചിരിക്കുക, അന്വേഷിക്കുക, കണ്ടെത്തുക. നമ്മൾ തിരികെ വരാൻ പോവുകയാണ്. ശാന്തമായി and appreciate yourself. നല്ലൊരു ക്ലാപ്പോടുകൂടി just appreciate yourself for being relaxed and maintain your focus towards the success
ജേർണി നിങ്ങളുടെ മനസ്സിനെ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ മനസ്സിനെ ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് അപ്രീഷിയേറ്റ് ചെയ്യാം. നിങ്ങളുടെ മനസ്സിൽ till the end of your life എല്ലാ കുട്ടികളോടുമാണ് പറയാം, ഒരൊറ്റ ഫോക്കസ് മനസ്സിലുണ്ടാവണം. വിജയം നിങ്ങൾക്ക് വേണം ഉറപ്പുണ്ടെങ്കിൽ, സക്സസ് നിങ്ങൾക്ക് കൂടെ വേണമെന്നുണ്ടെങ്കിൽ, ഏത് ഘട്ടത്തിൽ വർഷങ്ങളായിട്ട് കേട്ടിട്ടുള്ള ഒരു മന്ത്രം മനസ്സിൽ നിന്ന് കളയരുത്. മാതാ, പിതാ, ഗുരു, ദൈവം. അമേരിക്കയിൽ ഇതിന് പറയുന്നത് താങ്ക്ഫുൾനെസ് എന്നാണ്. ഏകലവ്യൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, തന്നെ നിന്ദിച്ച ഗുരുവിനെ പോലും വന്ദിച്ചുകൊണ്ട്, ആരും പഠിപ്പിക്കാതെ അസ്ഥിരത്തെ സ്വയം പഠിക്കുക. അതുകൊണ്ട് മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ് ദ ഏകലവ്യ അപ്രോച്ച്. ദ ഏകലവ്യ അപ്രോച്ച്. മാതാവിനെയും പിതാവിനെയും റെസ്പെക്ട് ചെയ്യുക. അവർ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് എതിരഭിപ്രായം ഉണ്ടാവും, സ്നേഹപൂർവ്വം അത് പറയുക. അവർ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ദുശീലങ്ങളുണ്ടാവും, ബട്ട് അതിനെ പുറത്തോളൂ, ബട്ട് അവരെ ബഹുമാനിക്കുക. ഗുരുവിന്റെ ഭാഗത്തു നിന്നും 1ാം ക്ലാസ് പഠിച്ച, നേഴ്സറി പഠിച്ച ആളായിട്ടെ, ചിലപ്പോൾ ഒന്ന് കാണുന്ന ആൾക്കാരുടെ, ചിലപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചുള്ള ഈ അരമണിക്കൂറിൽ ഞാൻ നിങ്ങളുടെ ഗുരുവായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എന്റെ വാക്കുകൾ റെസ്പെക്ട് ചെയ്യുക. സിവിസാർ സംസാരിച്ചപ്പോൾ അങ്ങനെ കാണുന്നത് ആ വാക്കുകൾ റെസ്പെക്ട് ചെയ്യുക. ചിലപ്പോൾ കൊച്ചുകുട്ടി നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നൊരു സാരോപദേശ കഥ വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ ഇൻസ്പയർ ചെയ്തെങ്കിൽ ആ മൊമെന്റിൽ അവനൊരു ഗുരുവാണ്, ജീവിതം മുഴുവൻ ഗുരുവാണ്. ഒരു ഇഡ്ലി ചലച്ചപ്പോൾ ഐഡിയ കിട്ടിയെങ്കിൽ അതൊരു ഗുരുവാണ്. സിനിമ കണ്ടപ്പോൾ നല്ലൊരു ആശയം കിട്ടിയെങ്കിൽ അത് ഗുരുവാണ്. അതുകൊണ്ട് ജീവിതം മുഴുവൻ നന്ദിയുടെ കടപ്പാടിനെ മാക്കി കഴിഞ്ഞാൽ ജീവിതം അൺഫോർസീനായിട്ട് പെട്ടെന്ന് ആരുടെയും സഹായമില്ലാതെ നിൽക്കുന്ന നിങ്ങൾക്ക് അടുത്ത ലെവലിലേക്ക് പ്രൊസീഡ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ള ഉറപ്പാണ്. ആ ഉറപ്പിന്റെ ബേസിലൊക്കെയാണ് നമുക്ക് ഈ നാട്ടുമ്പുറം എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിൽ നിന്നും വിജയത്തിന്റെ സോപാനങ്ങളിലേക്ക് പോകാനായിട്ട് സാധിക്കുള്ളൂ. പട്ടണത്തിൽ ജീവിക്കുന്നവരെക്കാളും വിജയിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് നാട്ടുമ്പുറക്കാരാണ്. കാരണം തീയിൽ കുരുത്തതാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയണം. എന്നിട്ട് ആരെങ്കിലൊക്കെ ചോദിച്ച് ആരും സഹായിക്കാനും പ്രചോദിപ്പിക്കാൻ അല്ലെങ്കിൽ കണ്ണാടി